ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ വിശപ്പും ദാഹവും കഷ്ടപ്പാടും മരണവും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ എന്നെ നിങ്ങൾ ജീവിതത്തിലും മരണത്തിലും പിന്തുടർന്നാൽ ഒരു നാൾ ഞാൻ നിങ്ങളെ വിജയത്തിലെത്തിക്കും, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇന്ത്യൻ മണ്ണിൽ കാല് കുത്തിയ INA സൈനികരുടെ ആഹ്ലാദം അത് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്തായിരുന്നു. ചലോ ദില്ലി എന്നവർ ആവേശം കൊണ്ടു ആർത്തു വിളിച്ചു, രക്തം രക്തത്തെ വിളിക്കുന്നു. പാഴാക്കാൻ ഇനി നമുക്ക് സമയമില്ല, ആയുധമെടുക്കൂ. ഡൽഹിയിലേക്കുള്ള വഴി സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ചലോ ഡൽഹി. സുഭാഷ് റെജിമെൻ്റ് കൊഹീമയ്ക്കുള്ള റോഡിൻ്റെ നിയന്ത്രണം കൈക്കലാക്കി എന്ന് മാത്രമല്ല, മെയ് മാസമായപ്പോഴേക്ക് കൊഹീമയ്ക്ക് ചുറ്റുമുള്ള മലനിരകളിലെല്ലാം ഇന്ത്യൻ ത്രിവർണ്ണ പതാക പാറിത്തുടങ്ങി. നമസ്കാരം. ഇന്ത്യ വിമോചനത്തിന് വേണ്ടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ യുദ്ധമാണ് ഈ ലക്കം DNA-യിൽ. ജർമ്മനിയിൽ നിന്ന് അതിസാഹസികമായി അന്തർവാഹിനിയിൽ ഏഷ്യയിലെത്തിയതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഈ ലക്കത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. 1943 മെയ് മാസം 16-ാം തീയതിയാണ് സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ എത്തിച്ചേരുന്നത്. ടോക്കിയോയിൽ എത്തിയ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ജാപ്പനീസ് പ്രീമിയർ ഹൈഡക്കി ടോജോയുമായി ഒരു മീറ്റിംഗ് സാധ്യമായില്ല. അത് അദ്ദേഹം ആഗ്രഹിച്ചുമില്ല. ആ സമയത്ത് ജപ്പാനിലെ ഉന്നത ഭരണ നേതൃത്വവുമായും മിലിറ്ററി കമാൻഡർമാരുമായും ബോസ് ചർച്ച നടത്തുകയായിരുന്നു. ഇന്ത്യ വിമോചന യുദ്ധം എങ്ങനെ വേണം, ഇതായിരുന്നു മുഖ്യ വിഷയം. ഈ കാര്യത്തിൽ ജാപ്പനീസ് ടോപ്പ് ബ്രാസിനെ കൺവിൻസ് ചെയ്യാൻ, എങ്ങനെ ഈ യുദ്ധം വിജയത്തിലെത്തും എന്ന് ബോധിപ്പിക്കാൻ നേതാജി ബോസിന് കഴിഞ്ഞു. ആ സമയത്ത് തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യ വിമോചനത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പ്രവർത്തനങ്ങളുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് അന്നത്തെ അവസ്ഥയിൽ 25 ലക്ഷത്തോളം ഇന്ത്യക്കാർ അധിവസിക്കുന്ന രാജ്യങ്ങളാണ്, മേഖലയാണ്. മലായിൽ, അതായത് ഇന്നത്തെ മലേഷ്യയിൽ മാത്രം 10 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു. ഗ്യാനി പ്രീതം സിംഗും റാഷ് ബിഹാരി ബോസുമായിരുന്നു ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതാക്കൾ. റാഷ് ബിഹാരി ബോസിൻ്റെ പേര് കേൾക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബന്ധുവാണോ എന്ന് തോന്നും. പക്ഷേ പേരിൽ മാത്രമേ ഉള്ളൂ സാമ്യം. അദ്ദേഹം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയും വിപ്ലവകാരിയുമാണ്. 1912 വൈസ്രോയ്ക്ക് നേരെ ബോംബ് എറിഞ്ഞ കേസിൽ ആണ് അദ്ദേഹം പ്രശസ്തനാവുന്നത്. ആനപ്പുറത്ത് ഡൽഹിയിൽ വൈസ്രോയി എഴുന്നള്ളിക്കപ്പെടുമ്പോൾ ബോംബ് വലിച്ചെറിഞ്ഞ വിപ്ലവകാരിയാണ് റാഷ് ബിഹാരി ബോസ്. അദ്ദേഹം 1915 മുതൽ ജപ്പാനിലാണ്. ജപ്പാൻ റാഷ് ബിഹാരി ബോസിന് രാഷ്ട്രീയ അഭയം നൽകിയിട്ടുണ്ട്. റാഷ് ബിഹാരി ബോസ് അതിനുശേഷം ജപ്പാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഗ് നടത്തി വരികയാണ്. ആ ഘട്ടത്തിൽ 1942 നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ബ്രിട്ടനിൽ നിന്ന് സിംഗപ്പൂർ ജപ്പാൻ പിടിച്ചെടുത്തു. ആ സമയത്ത് ജാപ്പനീസ് സൈന്യത്തിലെ മേജറായിരുന്ന ഫ്യൂജിവാറ ഇവായിച്ചി ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ വലിയ ഒരു വിഭാഗത്തെ ചേർത്ത് ഒരു പുതിയ സൈനിക മുന്നേറ്റത്തിന് ആലോചിച്ചു. 17-ാം തീയതി ഒരു പുതിയ സംവിധാനം, അതായത് 2 ദിവസം കഴിഞ്ഞ് ഒരു പുതിയ സംവിധാനം ഉണ്ടായി. അതിൻ്റെ പേരാണ് INA, ഇന്ത്യൻ നാഷണൽ ആർമി. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ പിടിക്കപ്പെട്ട സൈനികർ അവർ യുദ്ധ കുറ്റവാളികളായിട്ടായിരിക്കില്ല കൈകാര്യം ചെയ്യപ്പെടാൻ പോവുക എന്ന് ജപ്പാൻ അവരെ അറിയിച്ചു. നിങ്ങൾക്ക് ഇന്ത്യ വിമോചനത്തിന് വേണ്ടിയുള്ള ഈ സൈന്യത്തിൽ INA-യിൽ പങ്കുചേരാം എന്ന്, വോളണ്ടറിയായി പങ്കുചേരാം എന്ന് അവർ നിർദ്ദേശിച്ചു. പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ, ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നു മോഹൻ സിംഗ്. മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ വലിയ ഒരു വിഭാഗം റിക്രൂട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി INA ഫെബ്രുവരി മാസം 17-ാം തീയതി രൂപം കൊള്ളുന്നത്. ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ ഈ ഇന്ത്യ മോചന സൈന്യത്തിൽ അണിനിരന്നു, എൻറോൾ ചെയ്തു. ആ സൈന്യം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഈ ചീഫ് ലൈസൺ ഓഫീസറായിരുന്ന ഫ്യൂജിവാറ മാറ്റപ്പെട്ടു. പുതിയ ഒരാൾ ചീഫ് ലൈസൺ ഓഫീസർ സ്ഥാനത്ത് പുതിയൊരു ജാപ്പനീസ് മേജർ വന്നു. അപ്പോഴേക്ക് ഈ INA-യുടെ ഏകോപനം നഷ്ടപ്പെട്ടു. ഇന്ത്യൻ സൈനികരുമായി മികച്ച കമ്മ്യൂണിക്കേഷൻ പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല, ഒരു വലിയ തിരിച്ചടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിനുണ്ടായത് മാർച്ച് മാസം 19-ാം തീയതി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതാക്കളായ ഗ്യാനി പ്രീതം സിംഗും സ്വാമി സത്യാനന്ദപുരിയും ടോക്കിയോയിലേക്കുള്ള വിമാനം തകർന്ന് അന്തരിച്ചു. അതോടുകൂടി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം വഷളായി എന്ന് മാത്രമല്ല, ജപ്പാനുമായുള്ള ബന്ധം അത്ര സുഖകരമല്ലാത്ത പശ്ചാത്തലത്തിൽ ഒരു വേള മോഹൻ സിംഗ് INA പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചു. ആ സമയത്ത് മോഹൻ സിംഗിനെ ജപ്പാൻ തടവിലാക്കുക പോലും ചെയ്തു. റാഷ് ബിഹാരി ബോസ് ഇടപെട്ടാണ് ആ കാര്യത്തിലൊരു സമവായത്തിന് ശ്രമിച്ചത്. അതായത് സുഭാഷ് ചന്ദ്രബോസ്
ജാപ്പാനിലേക്ക് ടോക്കിയോയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഇന്ത്യൻ നാഷണൽ ആർമി INA ഉണ്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ദുർബലവും INA ഏകോപനമില്ലാത്ത അവസ്ഥയിലും ആയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബോസിൻ്റെ വരവ്. ജൂൺ മാസം 10-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്നാണ് ജാപ്പാൻ പ്രീമിയർ ഹൈഡക്കി ടോജോയെ സുഭാഷ് ചന്ദ്രബോസ് നേരിട്ട് കാണുന്നത്. ആ മീറ്റിംഗ്, ആ യോഗം ഫലപ്രദമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ശക്തിയുള്ളതാണ്, വിമോചന സാധ്യതയുള്ളതാണ് എന്ന് ടോജോയെ ബോധ്യപ്പെടുത്തുന്നതിൽ സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. 14-ാം തീയതി 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ജാപ്പനീസ് പ്രീമിയറുമായി സുഭാഷ് ചന്ദ്രബോസ് കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ബോസ് ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ മോചനത്തിന് ജപ്പാന്റെ നിരുപാധികമായ പിന്തുണയാണ്. സൈനിക സഹായം ജപ്പാനോട് ചോദിച്ചു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ പദ്ധതി ഇങ്ങനെയായിരുന്നു: ബർമ്മ അതിനോടകം തന്നെ ജപ്പാൻ പിടിക്കുകയും അവിടെ ഒരു ഭരണകൂടം വരികയും ചെയ്തിട്ടുണ്ട്. ബർമ്മയിൽ നിന്ന് ബർമൻ അതിർത്തി കടന്ന് ജാപ്പനീസ് സൈന്യവും ഇന്ത്യൻ നാഷണൽ ആർമിയും സംയുക്തമായി ഇംഫാലിലേക്ക് പ്രവേശിക്കുക. ഇതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്ലാൻ. ജാപ്പനീസ് ഇംപീരിയൽ ആർമിയും സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകാൻ പോകുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയും ചേർന്നുള്ള സംയുക്ത യുദ്ധ മുന്നേറ്റം. അങ്ങനെ ഇംഫാലും കൊഹീമയും പിടിച്ചു കഴിഞ്ഞാൽ ആസാമിലേക്കും പിന്നീട് ബംഗാളിലേക്കും നീങ്ങാൻ കഴിയും എന്ന് ബോസ് വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, അങ്ങനെ ആദ്യ നഗരങ്ങൾ പിടിക്കുമ്പോൾ തന്നെ, നോർത്ത് ഈസ്റ്റിലെ ആദ്യ നഗരങ്ങൾ പിടിക്കുമ്പോൾ തന്നെ ബീഹാറിലും ബംഗാളിലുമൊക്കെ വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യക്കാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ കൂടി ഈ സൈന്യത്തിനൊപ്പം ചേരുകയും അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തെ തകർക്കാൻ കഴിയുകയും ചെയ്യും എന്ന് ബോസ് ഉറച്ചു വിശ്വസിച്ചു. ആ ഒരു പദ്ധതിയാണ് ടോജോയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. ജൂൺ മാസം 16-ാം തീയതി, അതായത് ഈ മീറ്റിങ്ങിന് 2 ദിവസത്തിന് ശേഷം ടോജോ ഈ പദ്ധതി അംഗീകരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ ഒരു സുപ്രധാനമായ ഘട്ടം തുടങ്ങുകയാണ്. ജൂൺ മാസം 19-ാം തീയതി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ടോക്കിയോയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. 60 മാധ്യമപ്രവർത്തകർ സുഭാഷ് ചന്ദ്രബോസിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഘട്ടം ഇതാണ്. ആ സമയം സമാഗതമായിരിക്കുന്നു. ചോര കൊടുത്ത് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം നേടേണ്ട സമയമാണ് സുഭാഷ് ചന്ദ്രബോസ് ലോകത്തോട് പ്രഖ്യാപിച്ചു. 1943 ജൂലൈ മാസം 2-ാം തീയതി ഒരു ജാപ്പനീസ് ഇരട്ട എഞ്ചിൻ വിമാനം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു. ആ വിമാനത്തിൽ സുഭാഷ് ചന്ദ്രബോസും ആബിദ് ഹസനും റാഷ് ബിഹാരി ബോസുമാണ് ഉണ്ടായിരുന്നത്. സുഭാഷ് ജി വോ ജാനി ഹിന്ദ് ആയേഗെ ഗാനങ്ങൾ മുഴങ്ങി. ഇന്ത്യൻ നാഷണൽ ആർമി INA സുഭാഷ് ചന്ദ്രബോസിനെ സ്വാഗതം ചെയ്തു. ആ ആർമിയുടെ കമാൻഡർമാരായ JK ഭോൺസ്ലെയും മുഹമ്മദ് സമാൻ കിയാനിയുമാണ് എയർപോർട്ടിൽ സുഭാഷ് ചന്ദ്രബോസിനെയും റാഷ് ബിഹാരി ബോസിനെയും ആബിദ് ഹസനെയും സ്വീകരിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന് INA ഗാർഡ് ഓഫ് ഓണർ നൽകി. ജൂലൈ മാസം 4-ാം തീയതി സിംഗപ്പൂരിൽ കാത്തി ഹാളിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ സമ്മേളനം നടക്കുകയാണ്. റാഷ് ബിഹാരി ബോസ് അവിടെ കൂടിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ടോക്കിയോയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയാമോ? ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ ചൂണ്ടി റാഷ് ബിഹാരി ബോസ് പറഞ്ഞു, ഇന്ത്യൻ യുവതയുടെ ധീരനായ ശബ്ദം, ധീരനായ ഈ പ്രതീകം ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിനെ സുഭാഷ് ചന്ദ്രബോസ് നയിക്കും. നേതൃത്വം റാഷ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസംഗം ഹിന്ദുസ്ഥാനിയിലായിരുന്നു. ആ കൂടിയിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ പ്രവർത്തകരോട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, നാം ഈ മുന്നേറ്റം ഡൽഹിയിലേക്ക് എത്തിക്കും. ചെങ്കോട്ടയിൽ നമ്മൾ വിജയാഹ്ലാദ പ്രകടനം, വിക്ടറി പരേഡ് നടത്തും. നമുക്ക് സിംഗപ്പൂർ കേന്ദ്രമായി ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കണം. ഞാൻ അത് ആലോചിക്കുന്നു. തൊട്ടടുത്ത ദിവസം ജൂലൈ മാസം 5-ാം തീയതി രാവിലെ 10:30 മിലിറ്ററി വേഷത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രത്യക്ഷനായി. 1200 INA സൈനികർ സിംഗപ്പൂരിലെ മുനിസിപ്പൽ ബിൽഡിങ്ങിന് മുൻപിൽ സുഭാഷ് ചന്ദ്രബോസിനെ കേൾക്കാൻ കാത്തുനിൽക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് അവരോട് സംസാരിച്ചു. ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ വാർ ക്രൈ ചലോ ദില്ലി എന്നുള്ളതായിരിക്കും എന്ന് സുഭാഷ് ചന്ദ്രബോസ് അവിടെ വെച്ച് ഉദ്ഘോഷിച്ചു. അദ്ദേഹം ഐകാരികമായി INA സൈനികരോട് സംസാരിച്ചു. അടിമത്തത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം വിമോചനത്തിൻ്റെ കാലാൾപ്പടയിൽ ചേരുക, വിമോചന പോരാളിയാവുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ്, കൂരിരുട്ടിലും പൊൻവെളിച്ചത്തിലും ആനന്ദത്തിലും സങ്കടത്തിലും വിജയത്തിലും തോൽവിയിലും
ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ വിശപ്പും ദാഹവും കഷ്ടപ്പാടും മരണവും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ എന്നെ നിങ്ങൾ ജീവിതത്തിലും മരണത്തിലും പിന്തുടർന്നാൽ ഒരു നാൾ ഞാൻ നിങ്ങളെ വിജയത്തിലെത്തിക്കും, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഹർഷാരവങ്ങൾ മുഴങ്ങി, വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴങ്ങി. മഹാത്മാഗാന്ധിക്കും സുഭാഷ് ചന്ദ്രബോസിനും ജയ് വിളികൾ മുഴങ്ങി. തൊട്ടടുത്ത ദിവസം ജാപ്പനീസ് പ്രീമിയർ ഹൈഡക്കി ടോജോ INA സൈനികരുടെ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങൾ സുഭാഷ് ചന്ദ്രബോസ് അക്ഷരാർത്ഥത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആകെ ഇളക്കി മറിച്ചു എന്ന് പറയാം. സിംഗപ്പൂരിൽ നിന്ന് അദ്ദേഹം മലേഷ്യയിലേക്കും തായ്ലാൻഡിലേക്കും ഇന്തോനേഷ്യൻ ദ്വീപുകളിലേക്കും ബർമ്മയിലേക്കും മാറി മാറി സഞ്ചരിച്ചു. വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ചു. 9-ാം തീയതി സിംഗപ്പൂരിൽ 60,000 വരുന്ന ഇന്ത്യൻ സമൂഹത്തെ സുഭാഷ് ചന്ദ്രബോസ് അഭിസംബോധന ചെയ്തു. അന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കൂടുതലും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു. കൂടുതൽ ആളുകളും തമിഴ് സംസാരിക്കുന്നവർ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസംഗം തമിഴിലേക്ക് മൊഴിമാറ്റിയിരുന്നു, പരിഭാഷപ്പെടുത്തിയിരുന്നു. അക്ഷരാർത്ഥത്തിലൊരു വൈദ്യുതി തരംഗം പോലെ സുഭാഷ് ചന്ദ്രബോസ് പടർന്ന് കയറുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരാൻ സാധാരണക്കാരായ മനുഷ്യർ, സിവിലിയന്മാർ ധാരാളം മുന്നോട്ട് വന്നു. അവരെല്ലാം INAയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. അവർക്കും സൈനികർക്ക് കൊടുക്കുന്നത് പോലെയുള്ള സൈനിക പരിശീലനം നൽകപ്പെട്ടു. അങ്ങനെ INA അതിൻ്റെ പ്രതാപത്തിലേക്ക് എത്തുകയാണ്. ജൂലൈ മാസം 12-ാം തീയതി INA ഝാൻസി റാണി റെജിമെൻറ്റ് ആരംഭിച്ചു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു വനിതകൾ മാത്രമുള്ള, വനിതകൾക്കായുള്ള ഒരു സൈനിക റെജിമെൻറ്റ്. അങ്ങനെ ജൂലൈ മാസം 12-ാം തീയതി ഝാൻസി റാണി റെജിമെൻറ്റ് ആരംഭിച്ചു. അതിൻ്റെ ക്യാപ്റ്റനായി നിയോഗിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പിന്നീട് രാജ്യമറിഞ്ഞ ലക്ഷ്മി സ്വാമിനാഥനെയാണ്. മലയാളിയാണ് അവർ. ജപ്പാന് പക്ഷേ വനിതകളുടെ ഒരു റെജിമെൻ്റ് എന്ന ആശയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. അവരതിനെതിരായിരുന്നു. അതുകൊണ്ട് ഈ വനിതാ റെജിമെൻറ്റിന് ആയുധം കൊടുക്കില്ല എന്ന സമീപനം അവർ സ്വീകരിച്ചു. പക്ഷേ അന്നത്തെ സിംഗപ്പൂരിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് മേധാവി അവിടെ സിംഗപ്പൂരിൽ ബരാക്കുകൾ ഒരുക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മി സ്വാമിനാഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ വിങ് കൂടി ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഉണ്ടാവുകയാണ്. അഭ്യസ്തവിദ്യരായ കുറച്ചധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. എങ്കിലും ഈ INAയിലെയും അതുപോലെ തന്നെ പുതുതായി രൂപം കൊണ്ട ഝാൻസി റാണി റെജിമെൻറ്റിലെയും കൂടുതൽ ആളുകളും മലേഷ്യയിൽ ഒക്കെ ജോലി ചെയ്യുന്ന റബ്ബർ തോട്ടം തൊഴിലാളികളായിരുന്നു. വനിതകളായ റബ്ബർ തോട്ടം തൊഴിലാളികൾ ഈ ഝാൻസി റാണി റെജിമെൻറ്റിലേക്ക് ചേർക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ബോസിൻ്റെ സമ്മേളനങ്ങളാകെ ആളുകളെ ഇളക്കി മറിച്ചു. അവർ INAയിൽ ചേരാൻ സന്നദ്ധരായി എന്ന് മാത്രമല്ല, അവരുടെ സമ്പാദ്യം മുഴുവൻ ഇന്ത്യ വിമോചനത്തിന് സംഭാവന ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത്. അത് പണമായും സ്വർണമായും ബോസിന് ലഭിച്ചു. യോഗങ്ങളിൽ കൂടുന്ന സ്ത്രീകൾ അവരുടെ വളയും മാലയും കമ്മലുമൊക്കെ അഴിച്ച് ആ വേദിയിൽ വെച്ച് തന്നെ സുഭാഷ് ചന്ദ്രബോസിന് നൽകി. അങ്ങനെ ഇന്ത്യ വിമോചന പോരാട്ടത്തിന് ഇന്ത്യൻ വംശജരായ മനുഷ്യർ, ഇന്ത്യയിൽ ജനിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയ മനുഷ്യർ, അവർ തയ്യാറാവുകയാണ് രാജ്യം വിമോചിപ്പിക്കപ്പെടും എന്ന വലിയ സ്വപ്നത്തിൽ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി സുഭാഷ് ചന്ദ്രബോസ് റങ്കൂണിലേക്ക് പോയി. ബർമീസ് സ്വാതന്ത്ര്യ ദിനത്തിലെ മുഖ്യാതിഥിയായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ ആ ഭരണകൂടം തീരുമാനിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് അവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്തു എന്ന് മാത്രമല്ല, ബർമയിൽ അന്ന് ധാരാളം ഇന്ത്യക്കാരുണ്ട്, ഇന്നത്തെ മ്യാൻമാർ. അവരെ പ്രചോദിപ്പിക്കാൻ, അവരെ INAയിലേക്ക് ചേർക്കാൻ, അവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമാക്കാൻ കൂടി ആ അവസരം സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിക്കുകയുണ്ടായി. ആ സമയത്താണ് ബംഗാൾ ക്ഷാമം നടക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്താവുന്ന ആ കൊടിയ ക്ഷാമത്തിൽ ഇന്ത്യക്കാർ വിശന്ന് വലഞ്ഞ് മരിക്കുകയായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പരിഹാസത്തോടെ ഇത്ര പട്ടിണി ഉണ്ടെങ്കിൽ ആ ഗാന്ധി എന്താണ് മരിക്കാത്തത് എന്ന് ചോദിച്ച ബംഗാൾ ക്ഷാമം. ആ ക്ഷാമത്തിൽ വിശന്ന് പൊരിയുന്ന നാട്ടുകാരെ രക്ഷിക്കാനായി 1,00,000 ടൺ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് ബർമയിൽ നിന്ന് അയക്കാൻ സുഭാഷ് ചന്ദ്രബോസ് ശ്രമിച്ചു. പക്ഷേ അത് ബ്രിട്ടൻ സമ്പൂർണ്ണമായി തടഞ്ഞു. INA അതിൻ്റെ പരിശീലനഘട്ടം പിന്നിട്ട് പൂർണ്ണമായ ഒരു സൈന്യമായി സജ്ജമാവുകയാണ്. 3 ഡിവിഷനുകളാണ് INAയ്ക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഡിവിഷനിൽ 10,000 സൈനികരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഡിവിഷനെ നയിച്ചത് മുഹമ്മദ് സമാൻ കിയാനിയാണ്. 3 റെജിമെൻറ്റുകളാണ് ഫസ്റ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നത്. ആ റെജിമെൻറ്റുകൾക്ക് ബോസ് ഇട്ട പേര് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൗലാന അബുൽ കലാം ആസാദിൻ്റേതുമാണ്. ഗാന്ധി, നെഹ്റു, ആസാദ്, ഈ 3 റെജിമെൻറ്റുകളാണ് INAയുടെ 1-ാം ഡിവിഷന് ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ ഒരു ഗറില്ല ഡിവിഷനും ഉണ്ടായിരുന്നു. നമ്പർ 1 ഗറില്ല റെജിമെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്.
നമ്പർ 1 ഗറില്ല റെജിമെൻറ്റിലെ സൈനികരെ മറ്റ് മൂന്ന് റെജിമെൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് പ്രത്യേകം പരിശീലിപ്പിച്ചവരാണ്. യുദ്ധത്തിൽ ഏറ്റവും ആദ്യം യുദ്ധമുഖത്തേക്ക് പോകേണ്ടത് ഈ നമ്പർ 1 ഗറില്ല റെജിമെൻ്റാണ്. ബോസ് റെജിമെൻ്റ് എന്നാണ് ആ റെജിമെൻ്റ് അറിയപ്പെട്ടത്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഈ റെജിമെൻറ്റിനെ ബോസ് റെജിമെൻറ്റ് എന്ന് വിളിക്കരുത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ റെജിമെൻറ്റിലെ സൈനികർ അവർ ബോസ് റെജിമെൻറ്റിലെ അംഗങ്ങളാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു. മലേഷ്യയിലെ തായ്പിങ്ങിലാണ് ഈ നമ്പർ 1 ഗറില്ല റെജിമെൻറ്റിൻ്റെ പരിശീലനം നടന്നത്. ഷാനവാസ് ഖാനാണ് ഈ ഗറില്ല റെജിമെൻറ്റിൻ്റെ ചുമതല കൊടുത്തത്. നേരത്തെ നമ്മൾ ഇന്ത്യൻ ലീജിയൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ, ഇന്ത്യൻ ലീജിയനിൽ എന്നതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമിയിലും സംയുക്ത മെസ്സായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും സിഖുകാർക്കും പ്രത്യേകം മെസ്സായിരുന്നുവെങ്കിൽ ഇവിടെ ഒരുമിച്ചിരുന്ന് എല്ലാ മതസ്ഥരും ഭക്ഷണം കഴിക്കുന്ന സംവിധാനമായിരുന്നു. ബോസിൻ്റെ പ്രഭാഷണങ്ങൾ സൈനികരെ ആവേശഭരിതരാക്കുമായിരുന്നു. വെറും പ്രഭാഷണം മാത്രമല്ല, റിക്രിയേഷണൽ ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. ഒരു ഓർക്കസ്ട്ര തന്നെ INA ഉണ്ടായിരുന്നു, INA ഓർക്കസ്ട്ര. ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഉറക്കം വെറും 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ഉറങ്ങുക, ബാക്കി മുഴുവൻ സമയവും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാത്രി വൈകി ആബിദ് ഹസൻ പോയി. പിന്നീട് പുലർച്ചെ വരുമ്പോൾ ബോസ് വലിച്ച് മാറ്റിവെച്ചിരിക്കുന്ന സിഗരറ്റ് ബട്ട്സിൻ്റെ എണ്ണം എടുക്കുമായിരുന്നു ആബിദ് ഹസൻ. ആ സമയത്ത് ബോസിന് കൂട്ടുണ്ടായിരുന്നത് ഒരു ജപമാലയും ഭഗവത്ഗീതയുടെ ഒരു ചെറിയ കോപ്പിയും മാത്രമാണ്. ഒരിക്കലും സ്വന്തം മതവിശ്വാസത്തെ ഉദ്ഘോഷിക്കാനോ അത് ഒരു പ്രകടനപരതയാക്കി മാറ്റാനോ താല്പര്യപ്പെടാത്ത ആളായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഇത്രയും വലിയ സ്ട്രെസ്സിനിടയിൽ അത് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് രാമകൃഷ്ണ മിഷനിൽ പോയിട്ടാണ്. വല്ലപ്പോഴും അദ്ദേഹം സിംഗപ്പൂരിലെ രാമകൃഷ്ണ മിഷനിലേക്ക് പോയി അവിടെ 1-2 മണിക്കൂർ ധ്യാനത്തിലിരിക്കും. ബാക്കി മുഴുവൻ സമയത്തും സുഭാഷ് ചന്ദ്രബോസ് മിലിറ്ററി വേഷത്തിലാണ്. അദ്ദേഹം മിലിറ്ററി വേഷം വിട്ട് ഒരു സിൽക്ക് കുർത്തയിലേക്ക് മാറുന്നത് ഈ രാമകൃഷ്ണ മിഷനിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്താണ്. 1943 ഒക്ടോബർ മാസം 21-ാം തീയതി ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട തീയതിയാണ്. അന്നാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള താൽക്കാലിക ഗവൺമെൻറ്, പ്രൊവിഷണൽ ഗവൺമെൻറ്, ആസാദ് ഹിന്ദ് സർക്കാർ സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിക്കുന്നത്. ഈ രാഷ്ട്രപ്രഖ്യാപനം രാത്രി ഒറ്റയ്ക്ക് ഇരുന്നാണ് ടൈപ്പ് റൈറ്ററിൽ സുഭാഷ് ചന്ദ്രബോസ് ടൈപ്പ് ചെയ്യുന്നത്. ആബിദ് ഹസൻ പറയുന്നത് ഒരു പേജ് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ രണ്ടാമതൊന്ന് നോക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നാണ്. അങ്ങനെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ ലീഡർ. സുഭാഷ് ചന്ദ്രബോസ് സത്യപ്രതിജ്ഞ ചെയ്ത് ഇങ്ങനെയാണ്: ദൈവനാമത്തിൽ ഇന്ത്യയെയും 38 കോടി ജനങ്ങളെയും മോചിപ്പിക്കാൻ അവസാന ശ്വാസം വരെ ഞാൻ ഈ വിശുദ്ധ യുദ്ധം നയിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. റാഷ് ബിഹാരി ബോസ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായി, സുപ്രീം അഡ്വൈസറായി പ്രവർത്തിച്ചു. AC ചാറ്റർജി, SA അയ്യർ, അതുപോലെ തന്നെ ലക്ഷ്മി സ്വാമിനാഥൻ എന്നിവരായിരുന്നു മന്ത്രിമാർ. ഇത് മാത്രമല്ല, സൈന്യത്തിൽ നിന്ന്, INA-യിൽ നിന്ന് സർക്കാരിൽ വലിയ പ്രാതിനിധ്യമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ സർക്കാരിലും, ആസാദ് ഹിന്ദ് സർക്കാരിലും അംഗങ്ങളായിരുന്നു. ഫോൺസ്ലെ, അതുപോലെ തന്നെ കിയാനി, ഷാനവാസ് ഖാൻ തുടങ്ങിയവരൊക്കെ ഈ ഗവൺമെൻറ്റിലും അംഗമായിരുന്നു. ഫ്രീ ഇന്ത്യ സെൻറ്റർ, നേരത്തെ ജർമ്മനിയിൽ ഫ്രീ ഇന്ത്യ സെൻറ്റർ എന്താണോ പിന്തുടർന്നത് അതൊക്കെ തന്നെയായിരുന്നു ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റും പിന്തുടർന്നത്. ജനഗണമനയെ ദേശീയ ഗാനമായി സ്വീകരിച്ചു. ത്രിവർണ്ണ പതാകയായിരുന്നു ദേശീയ പതാകയായി അംഗീകരിക്കപ്പെട്ടത്. ടിപ്പു സുൽത്താൻ്റെ ആ ചാടുന്ന കടുവയാണ് ദേശീയ ചിഹ്നമായി തിരഞ്ഞെടുത്തത്. ഹിന്ദുസ്ഥാനി ആയിരുന്നു ദേശീയ ഭാഷയായി സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുത്തത്. ഹിന്ദുസ്ഥാനി ദേശീയ ഭാഷയാക്കുമ്പോഴും ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഹിന്ദുസ്ഥാനിയിലും ഇംഗ്ലീഷിലും തമിഴിലും 3 ഭാഷയിലും പുറപ്പെടുവിക്കുമായിരുന്നു. ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനിൽ തമിഴിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ആ മേഖലയിലെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തമിഴരായിരുന്നു ഇതിൻ്റെ വലിയ പ്രധാനപ്പെട്ട പിന്തുണക്കാർ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ദേശീയ മുദ്രാവാക്യമായി ഫ്രീ ഇന്ത്യ സെൻറ്റർ തിരഞ്ഞെടുത്ത അതേ മുദ്രാവാക്യം ജയ് ഹിന്ദ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ 9 രാജ്യങ്ങൾ ഇന്ത്യ സർക്കാരായി, ഇന്ത്യയുടെ ഔദ്യോഗിക ഗവൺമെൻറ്റായി ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിനെ അംഗീകരിച്ചു. ജപ്പാനും ജർമ്മനിയും അടക്കമുള്ള 9 രാജ്യങ്ങൾ രാജ്യപ്രഖ്യാപനത്തെ, പുതിയ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തെ അംഗീകരിച്ചു. ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ ബ്രിട്ടനോടും അമേരിക്കയോടും ആസാദ് ഹിന്ദ് ഗവൺമെൻറ് യുദ്ധം പ്രഖ്യാപിച്ചു. മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടായിരുന്നു. ചാറ്റർജി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇന്ത്യയുമായി യുദ്ധത്തിലില്ലാത്ത അമേരിക്കയെ ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതുണ്ടോ എന്ന സംശയം ഉന്നയിച്ചു. പക്ഷേ ബോസ് അക്കാര്യത്തിൽ വളരെ ഉറച്ച നിലപാടിലായിരുന്നു. ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയോടും നമ്മൾ യുദ്ധത്തിലാണ് എന്ന് ബോസ് പ്രഖ്യാപിച്ചു.
ഈ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് നിലവിൽ വന്നതിനെ തുടർന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഇന്ത്യക്കാർ ഈ ഗവൺമെൻറ്റിനോട് കൂറ് പ്രഖ്യാപിച്ച് പ്രതിജ്ഞ എടുക്കാൻ തുടങ്ങി. മലേഷ്യയിൽ മാത്രം 2.5 ലക്ഷം പേരാണ് പുതിയ ഇന്ത്യ ഗവൺമെൻറ്റിനോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിജ്ഞയെടുത്തത്. ഈ സമയത്ത് നടന്ന ഒരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കാം. ഒരിക്കൽ സിംഗപ്പൂരിലെ ചെട്ടിയാർ ക്ഷേത്രം സുഭാഷ് ചന്ദ്രബോസിനെ അവിടേക്ക് അതിഥിയായി ക്ഷണിച്ചു. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ജാതി വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. ഉയർന്ന ജാതി ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ ചെട്ടിയാർ ടെമ്പിൾ. അതുകൊണ്ട് തന്നെ ആ ഇൻവിറ്റേഷൻ, ആ ക്ഷണം സുഭാഷ് ചന്ദ്രബോസ് മടക്കുകയുണ്ടായി. പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും പ്രവേശനം നൽകാം, എല്ലാവർക്കും പ്രവേശനം ഉണ്ടെങ്കിലേ ഞാൻ വരൂ എന്നുള്ളതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ നിലപാട്. അതുകൊണ്ട് എല്ലാവർക്കും പ്രവേശനം നൽകാം എന്ന് കാണിച്ച് വീണ്ടും സുഭാഷ് ചന്ദ്രബോസിനെ സമീപിച്ചു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ഈ ചെട്ടിയാർ അമ്പലം സന്ദർശിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മുഹമ്മദ് സമാൻ കിയാനി, 1-ാം ഡിവിഷൻ്റെ കമാൻഡർ, 2 സന്തത സഹചാരിയായ ആബിദ് ഹസൻ. അങ്ങനെ ആ സന്ദർശനത്തെക്കുറിച്ച് ആബിദ് ഹസൻ പിന്നെ എഴുതിയിട്ടുണ്ട്. അവരവിടെ ചെന്നപ്പോൾ ഇവരെ 3 പേരെയും തിലകം ചാർത്തി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ അന്ന് എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരും അവിടെ ഒത്തുചേർന്നിരുന്നു എന്നാണ് ആബിദ് ഹസൻ പിന്നീട് എഴുതിയത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി പൂർണ്ണമായും സജ്ജമാകുന്നു. യുദ്ധം എന്നുള്ളത് എപ്പോൾ വേണം എന്നതിൻ്റെ ആലോചനകൾ നടക്കുകയാണ്. ഒക്ടോബർ മാസം അവസാനം സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിലേക്ക് പോയി. അദ്ദേഹം ടോക്കിയോയിലെത്തി. ജാപ്പനീസ് ഉന്നത നേതൃത്വവുമായി ചർച്ച നടത്തി. അദ്ദേഹം യുദ്ധം വളരെ വേഗം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അദ്ദേഹം ഒരാവശ്യം കൂടി മുന്നോട്ട് വെച്ചു. അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അവകാശം പുതിയ ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകണം എന്നുള്ളതായിരുന്നു. ആൻഡമാൻ നിക്കോബാർ അതിനിടെ ജപ്പാൻ പിടിച്ചെടുത്തിരുന്നു ബ്രിട്ടനിൽ നിന്ന്. അത് ജാപ്പനീസ് പ്രീമിയർ അംഗീകരിക്കുകയുണ്ടായി. ഒപ്പം ജാപ്പനീസ് സൈനിക ജനറൽമാരുമായുള്ള ചില്ലറ സ്വാരസ്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതുകൂടി ജപ്പാൻ്റെ ഉന്നത നേതൃത്വത്തിന് മുമ്പിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശ്രദ്ധയിൽപ്പെടുത്തി. അവിടെ നിന്ന് ടോക്കിയോയിൽ നിന്ന് അദ്ദേഹം നേരെ സിംഗപ്പൂരിലേക്ക് മടങ്ങിയില്ല, മറിച്ച് മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കൂടി അദ്ദേഹം സന്ദർശിച്ചു. ഇന്തോനേഷ്യൻ ദ്വീപുകളടക്കം സന്ദർശിച്ചു. എല്ലായിടത്തു നിന്നും ഇന്ത്യൻ സമൂഹത്തിന് പിന്തുണ INAക്ക് ആർജിക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഒക്കെ ലക്ഷ്യം. അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒക്ടോബറും നവംബറും കഴിഞ്ഞു. ഡിസംബർ മാസം 29-ാം തീയതി നേതാജി സുഭാഷ് ചന്ദ്രബോസ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിൽ കാലുകുത്തുകയാണ്. അതെ, ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സുഭാഷ് ചന്ദ്രബോസ് എത്തി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സവിശേഷമായ ഒരു സ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ട്. അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ബ്രിട്ടീഷ് ഭരണകൂടം പിടിച്ച് അയച്ചിരുന്നത് ആൻഡമാനിലേക്കാണ്. അവിടുത്തെ സെല്ലുലാർ ജയിൽ കാലാപാനി കുപ്രസിദ്ധമാണ്. നിരവധി വിപ്ലവകാരികളുടെ ഉയിരെടുത്ത ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഇടമാണ് ഈ സെല്ലുലാർ ജയിൽ. സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെത്തി. ആ സെല്ലുലാർ ജയിലിൻ്റെ വാതിൽ മലർക്കെ തുറന്നു. അതൊരു ചരിത്രപരമായ നിമിഷമായിരുന്നു. പോർട്ട് ബ്ലെയറിലെ ജിംഖാന മൈതാനത്ത് സുഭാഷ് ചന്ദ്രബോസ് ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവിസ്മരണീയമായ ഒരു ഏടാണ്. തിരിച്ചു പോകുന്നതിന് മുൻപ് ആ ദ്വീപ സമൂഹങ്ങളുടെ പേര് മാറ്റി. ആൻഡമാൻ ദ്വീപിൻ്റെ പേര് ഷഹീദ് എന്നും നിക്കോബാർ ദ്വീപിൻ്റെ പേര് സ്വരാജ് എന്നും മാറ്റിയതിന് ശേഷമാണ് സുഭാഷ് ചന്ദ്രബോസ് അവിടെ നിന്ന് മടങ്ങുന്നത്. AD ലോകനാഥനെ ഈ ദ്വീപ സമൂഹങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷമാണ് സുഭാഷ് ചന്ദ്രബോസ് മടങ്ങുന്നത്. അങ്ങനെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അധീനതയിലുള്ള ആദ്യത്തെ ഇന്ത്യൻ ഭൂഭാഗമായി സ്വരാജ് ഷഹീദ് ദ്വീപുകൾ മാറി. അതേ സമയത്ത് തന്നെ ബോസ് രഹസ്യ ഏജൻറ്റുമാരെ, ചാരന്മാരെ ഇന്ത്യയുടെ മെയിൻലാൻഡിലേക്ക് അയച്ചിരുന്നു. ഗുജറാത്തിലെ കത്തിയവാർ തീരം വഴിയാണ് അവർ ഇന്ത്യയിൽ പ്രവേശിച്ചത്. ഇന്ത്യയിൽ പ്രവേശിച്ചതിന് ശേഷം 4ആയി പിരിഞ്ഞ് കൽക്കട്ടയും ബോംബെയും അടക്കമുള്ള നഗരങ്ങളിലേക്ക് അവർ പോയി. അവരുടെ ദൗത്യം യുദ്ധം നടക്കുന്ന സമയത്ത്, ബർമ അതിർത്തി വഴി യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇന്ത്യയിൽ പുതിയ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുക. ഈ ലക്ഷ്യം വെച്ച് ആണ് ഈ ഇൻ്റലിജൻസ് സംവിധാനത്തെ ഇന്ത്യയിലേക്ക് അയച്ചത്. അവരവിടെ ഫലപ്രദമായി എത്തി. 1944 പിറന്നു. യുദ്ധം ആസന്നമാണ്. പുതിയ വർഷം ജനുവരി മാസം 7-ാം തീയതി ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സിംഗപ്പൂരിൽ നിന്ന് റംഗൂണിലേക്ക് മാറ്റി, അതായത് ബർമയിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് യുദ്ധം തുടങ്ങേണ്ടത്. INA സൈനികരെ ബർമയിലേക്ക്
അയച്ചു തുടങ്ങി. 1942 തന്നെ ഫസ്റ്റ് ഡിവിഷനിലെ ഈ ഗറില്ല റെജിമെൻറ്റ് മ്യാൻമാറിലെത്തിയിരുന്നു, ബർമ്മയിലെത്തിയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് റങ്കൂണിലേക്ക് പോവുകയാണ്. 1-ാം ഡിവിഷൻ സൈനികർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നോർത്തേൺ കമാൻഡർമാർക്ക് ആക്രമണത്തിനുള്ള അനുമതി രേഖാമൂലം ജപ്പാൻ നൽകുകയും ചെയ്തു. ജപ്പാൻ ഈ യുദ്ധത്തെ കണ്ടത് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കായിട്ടാണ്. അതായത് വീണ്ടും ബർമ്മ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യം വരാതിരിക്കാൻ, അവരെ പ്രഹരിക്കാൻ ഉള്ള ഒരു അവസരം എന്ന നിലയിലാണ് കണ്ടത്. എങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരം പിടിച്ച് മാതൃരാജ്യത്തെ സ്വതന്ത്രയാക്കുക എന്നുള്ളതാണ് INA-യുടെ ലക്ഷ്യം. INA ആദ്യ ഡിവിഷനെ തന്നെ 3 വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. INA സൈനികർ 3 ഗ്രൂപ്പുകളായി മാറിയിരുന്നു. അതിലെ ബഹാദൂർ ഗ്രൂപ്പാണ് യുദ്ധമുന്നണിയിലുണ്ടാകുക, അറ്റാക്കിംഗ് ഫ്രണ്ടിലുണ്ടാവുക. ഇൻ്റലിജൻസ് ഗ്രൂപ്പ് ചെയ്യുക, യുദ്ധത്തിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് എത്തിയാൽ അവിടെ പരാജയപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരെയും സൈനികരെയും ഇന്ത്യൻ ഭാഗത്തേക്ക്, അതായത് ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് കൂറുമാറ്റുക എന്നുള്ളതായിരുന്നു ഇൻ്റലിജൻസ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. റീഇൻഫോഴ്സ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിടിച്ചെടുക്കപ്പെടുന്ന ഇന്ത്യൻ ഭൂഭാഗങ്ങളിലെ ജനങ്ങളെ പുതിയ സർക്കാരിൻ്റെ സന്ദേശം അറിയിക്കാനും അവരെ ഈ മുന്നേറ്റത്തിൽ കണ്ണി ചേർക്കാനുമാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 3 ഗ്രൂപ്പാണ് INA-യുടെ യുദ്ധമുന്നണിയിൽ ഉണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് യുദ്ധം അടുത്തു വന്ന ദിവസങ്ങളിൽ ജപ്പാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നൊരു നിർദ്ദേശം വന്നു. അത് INA ഒറ്റയ്ക്കൊരു വിഭാഗമായി പോരാടാതെ ജപ്പാൻ സൈന്യത്തിൻ്റെ ഭാഗമായി ചെറു ഗ്രൂപ്പുകളായി ജാപ്പനീസ് സൈന്യത്തിൻ്റെ യൂണിറ്റുകളിൽ ചേരുക എന്നുള്ളതായിരുന്നു ആ ആശയം. അത് അപ്പോൾ തന്നെ സുഭാഷ് ചന്ദ്രബോസ് തള്ളി. അദ്ദേഹം പറഞ്ഞു, അതിർത്തി കടന്ന് ഇന്ത്യയുടെ മണ്ണിൽ വീഴുന്ന ആദ്യത്തെ തുള്ളി രക്തം ഒരു INA-കാരൻ്റേതാകണം എന്നെനിക്ക് നിർബന്ധമുണ്ട് എന്ന്. ആ സമയത്ത് ബോസ് റങ്കൂണിലാണ്, ബർമ്മയിലാണ്. 1-ാം ഡിവിഷൻ ബർമ്മയിൽ ഏതാണ്ട് 75% എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് ബർമ്മയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ് INA-യിലേക്ക്. അവിടെ തമിഴും തെലുങ്കും സംസാരിക്കുന്ന ഇന്ത്യക്കാർ ആവേശപൂർവ്വം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമാവുകയാണ്. ഇന്ത്യ വിമോചനം എന്നുള്ളത് ഏറെ അടുത്തു എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അതിനിടയിൽ അവിടെ ഒരു വലിയ റാലി ബർമ്മയിൽ സുഭാഷ് ചന്ദ്രബോസ് നടത്തി. ഒരുപാട് സംഭാവനകൾ ഇന്ത്യ വിമോചന പോരാട്ടത്തിന് കുമിഞ്ഞുകൂടി. ഫെബ്രുവരി 4-നാണ് യുദ്ധമുന്നണിയിലെ ആദ്യത്തെ യുദ്ധം ആരംഭിക്കുന്നത്. അരാക്കൻ സെക്ടറിലായിരുന്നു. അരാക്കൻ സെക്ടറിൽ യുദ്ധം തുടങ്ങിയത് ജാപ്പനീസ് 55th ഡിവിഷനായിരുന്നു. അപ്പുറത്ത് ബ്രിട്ടൻ്റെ 7-ാം ഡിവിഷൻ, ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ 7-ാം ഡിവിഷനാണ്. ഈ യുദ്ധത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി INA ഭാഗഭാക്കായി. LS മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബഹാദൂർ ഗ്രൂപ്പാണ് ഈ യുദ്ധത്തിൽ ഭാഗഭാക്കാകിയത്. ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല മുന്നേറ്റം ഈ സൈന്യത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീടുള്ള മാസങ്ങളിൽ അവർ തിരിച്ചടി നേരിട്ടു. പക്ഷേ ഈ INA-യുടെ ഭാഗമായ ബഹാദൂർ ഗ്രൂപ്പിൻ്റെ പോരാട്ട വീര്യം വലിയ തോതിൽ ജപ്പാനിൽ തന്നെ അഭിനന്ദിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യ ദിന യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നു വരികയാണ്. മാർച്ച് മാസം 8-ാം തീയതി. മാർച്ച് മാസം 8-ാം തീയതിയാണ് ഇംഫാൽ ലക്ഷ്യമിട്ടുള്ള മുന്നേറ്റം ആരംഭിച്ചത്. ഇംഫാലും കൊഹീമയും പിടിക്കുക. ഇംഫാലും കൊഹീമയും പിടിച്ചാൽ ബ്രിട്ടീഷ് സൈന്യം പിറകോട്ട് പിന്മാറും. ആ ഘട്ടത്തിൽ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും കലാപം ഉയർന്നു വരും. ബ്രിട്ടൻ കൂടുതൽ പരുങ്ങലിലാവും. ജാപ്പാനീസ് സൈന്യവും ഇന്ത്യൻ സൈന്യവും ഡൽഹിയിലേക്ക് മുന്നേറും. ഇതായിരുന്നു സ്വപ്നം, ഇതായിരുന്നു പ്രതീക്ഷ. പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭരണ ചുമതലയ്ക്കായി സുഭാഷ് ചന്ദ്രബോസ് AC ചാറ്റർജിയെ നിയോഗിച്ചു. അവിടങ്ങളിൽ AC ചാറ്റർജി ചെയ്തത് ആസാദ് ഹിന്ദ് ദൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. നേരത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ അവിടുത്തെ പ്രാദേശിക നേതാക്കളെയോ അതല്ലെങ്കിൽ പ്രാദേശിക ഇന്ത്യക്കാരെയോ കണ്ട് പുതിയ സർക്കാരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, അങ്ങനെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കി ഈ പ്രദേശങ്ങളെ മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് ആസാദ് ഹിന്ദ് ദൾ സ്ഥാപിതമായത്. ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ സ്വഭാവം നമുക്ക് അതിന് കൊടുക്കാം. മാർച്ച് മാസം 18-ാം തീയതി അതിപ്രധാനമായ ദിവസമാണ്. അന്നാണ് INA-യുടെയും ജപ്പാൻ്റെയും സൈനികർ ബർമ്മ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിച്ചത്. ഇന്ത്യൻ മണ്ണിൽ കാല് കുത്തിയ INA സൈനികരുടെ ആഹ്ലാദം അത് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്തായിരുന്നു. ചലോ ദില്ലി എന്നവർ ആവേശം കൊണ്ടു, ആർത്തു വിളിച്ചു, യുദ്ധഗാനങ്ങൾ പാടി. ജാപ്പാനീസ് സൈനികർക്ക് തന്നെ അതൊരു വലിയ കാഴ്ചയായിരുന്നു. അത്രമേൽ ആഗ്രഹത്തോടെ, അഭിനിവേശത്തോടെ ഇന്ത്യൻ മണ്ണിൽ INA-യുടെ സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്. ആ ചരിത്ര ദിനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് കാവ്യാത്മകമായ ഒരു ഉത്തരവ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സൈനികർക്ക് നൽകി. അതിങ്ങനെയാണ്: അകലെ നദികൾക്കും കാടുകൾക്കും അപ്പുറമതാ നമ്മുടെ വാഗ്ദത്ത ഭൂമി,
ഇന്ത്യ വിളിക്കുകയാണ്, ഡൽഹി വിളിക്കുകയാണ്, 38 കോടി ജനത വിളിക്കുകയാണ്. രക്തം രക്തത്തെ വിളിക്കുന്നു. പാഴാക്കാൻ ഇനി നമുക്ക് സമയമില്ല. ആയുധമെടുക്കൂ. ഡൽഹിയിലേക്കുള്ള വഴി സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ചലോ ഡൽഹി. ആഘോഷാരവങ്ങളോടെയാണ് INAയുടെ സൈനികർ ഇന്ത്യൻ മണ്ണിൽ മുന്നോട്ട് നീങ്ങിയത്. ജാപ്പനീസ് സൈനികരുമായുള്ള അവരുടെ ഇഴയടുപ്പം വർദ്ധിച്ചു വന്നു. അതിനിടെ ഹൈഡക്കി ടോജോ പ്രഖ്യാപിച്ചു, INAയും ജാപ്പനീസ് സൈന്യവും കൂടി കൈയടക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളുടെ ഭരണാധികാരം പുതിയ ഇന്ത്യ ഗവൺമെൻറ്റിനായിരിക്കും, ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിനായിരിക്കും എന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. അതേസമയം തന്നെ ജപ്പാൻ സൈന്യത്തിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ സൈനികരുമായിട്ടുള്ള സമ്പർക്കം അത്ര ശരിയായിരുന്നില്ല. അവർ അവരുടെ പ്ലാനുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അസന്നിഗ്ധമായി ജപ്പാനെ അറിയിച്ച കാര്യം, പുതിയ പിടിച്ചെടുക്കപ്പെടുന്ന ഭൂഭാഗങ്ങളിൽ ജാപ്പനീസ് ബാങ്കുകൾക്ക് ഞങ്ങൾ അനുമതി നൽകില്ല എന്നുള്ളതായിരുന്നു. ഏപ്രിൽ മാസം 5-ാം തീയതി ഇന്ത്യയുടെ നാഷണൽ ബാങ്ക് സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിച്ചു, ആസാദ് ഹിന്ദ് നാഷണൽ ബാങ്ക്. അന്ന് റങ്കൂണിൽ താമസിച്ചിരുന്ന കോടീശ്വരനായ ഇന്ത്യക്കാരൻ അബ്ദുൾ ഹബീബ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തും ഈ പുതിയ ബാങ്കിലേക്ക് നൽകി. 10 മില്യൺ ഇന്ത്യൻ രൂപ വില വരുന്ന സ്വത്തുക്കളാണ് അദ്ദേഹം ഈ ബാങ്കിന് നൽകിയത്. അതുപോലെ തന്നെ പണക്കാരായ ഇന്ത്യക്കാർ ഈ പുതിയ ബാങ്കിലേക്ക് അവരുടെ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നു. പിടിച്ചെടുത്ത ഇന്ത്യൻ ഭാഗങ്ങൾക്കായി പോസ്റ്റൽ സ്റ്റാമ്പുകൾ പ്രിന്റ് ചെയ്തു തുടങ്ങി. എന്ന് മാത്രമല്ല, കറൻസി നോട്ടുകളുടെ സാമ്പിൾ അടക്കം തയ്യാറായിരുന്നു. ഇംഫാൽ പിടിച്ചു എന്ന വാർത്ത ഏറ്റവും അടുത്ത ദിവസം കേൾക്കാം എന്ന പ്രതീക്ഷയിലാണ് ജപ്പാന്റെ ഭരണ നേതൃത്വവും സുഭാഷ് ചന്ദ്രബോസും കാത്തിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ബർമ്മയിൽ തുടരുകയാണ്. ഇംഫാൽ പിടിക്കുകയാണ് എങ്കിൽ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ യുദ്ധവിജയത്തിലേക്ക് നയിക്കും എന്ന പ്രതീക്ഷ സുഭാഷ് ചന്ദ്രബോസിനുണ്ടായിരുന്നു. ആ സമയത്ത് ആഗോള മാധ്യമങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ ഇകഴ്ത്തി വലിയ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ടൈമും നാഷനും അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ ഹിറ്റ്ലറായാണ് വിശേഷിപ്പിച്ചത്. സഖ്യശക്തികൾ, 2-ാം ലോക മഹായുദ്ധം നടക്കുകയാണ് കേട്ടോ, സഖ്യശക്തികൾ സുഭാഷ് ചന്ദ്രബോസിനെ കരുതിയിരിക്കണം, ഇതാ ഒരു ഇന്ത്യൻ ഹിറ്റ്ലർ വരുന്നു എന്ന് മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്താ പരമ്പരകൾ എഴുതി. എപ്പോൾ ഇംഫാൽ വീഴും എന്നുള്ള പ്രതീക്ഷ ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനുണ്ട്. ജപ്പാന്റെ പദ്ധതി എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 29 ഇംഫാൽ പിടിച്ചാൽ ഹിരോഹിതോ രാജാവിൻ്റെ ജന്മദിനമാണെന്ന്, ജന്മദിന സമ്മാനമായി ഈ യുദ്ധവിജയം ആഘോഷിക്കാം എന്നുള്ളതായിരുന്നു. ആ സമയത്ത് INAയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധവിജയം എന്ന് പറയുന്നത് ബിഷേൻപൂർ സെക്ടറിലായിരുന്നു. ബിഷേൻപൂർ സെക്ടറിൽ അന്ന് INA മികച്ച കുതിച്ചുകയറ്റം നടത്തി. ഇംഫാലിന് വളരെ അടുത്ത് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്ത് മോയിറാങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ അന്ന് ബിഷേൻപൂർ സെക്ടറിൽ INAയ്ക്ക് കഴിഞ്ഞു. ആ സമയത്തെ സേനയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 84,000 ജാപ്പനീസ് സൈനികരും 12,000 INA സൈനികരുമാണ് ഒരു പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ 1.5 ലക്ഷം ബ്രിട്ടീഷ് സൈനികരാണ്, ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരാണ് അപ്പുറത്തുള്ളത്. ആ സമയത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ നിർലോഭമായ പിന്തുണ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന് കിട്ടി എന്നുള്ളതാണ്. ഇംഫാൽ അക്ഷരാർത്ഥത്തിൽ ഉപരോധിച്ചു കളഞ്ഞു ജപ്പാൻ സൈന്യം. അതൊരു യുദ്ധ സ്ട്രാറ്റജിയായിരുന്നു. ഇംഫാലിലേക്ക് നേരെ എത്തി പിടിച്ചെടുക്കുന്നതിന് പകരം ഇംഫാൽ വളയുക എന്ന സ്ട്രാറ്റജിയാണ് പുറത്തെടുത്തത്. ആ സ്ട്രാറ്റജി പിന്നീട് പാളിപ്പോയി. ആ സമയത്ത് ഇംഫാലിലേക്കുള്ള സപ്ലൈ നിലച്ച സമയത്ത് അമേരിക്കൻ വ്യോമസേനയാണ് എയർ ഡ്രോപ്പ് ചെയ്ത് ഭക്ഷ്യ സാധനങ്ങളും അവശ്യ വസ്തുക്കളും ഇംഫാലിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. INA മുന്നേറി മുഹമ്മദ് സമാൻ കിയാനിയുടെ 1ാമത്തെ ഡിവിഷൻ ചമോൽ വരെ എത്തി. ചമോലിലാണ് കിയാനി അദ്ദേഹത്തിൻ്റെ ബേസ് സ്ഥാപിച്ചത്. അത് ഇംഫാലിന് 35 മൈൽ അകലെയാണ്. ഷാനവാസ് ഖാൻ്റെ നമ്പർ 1 ഗറില്ല റെജിമെൻറ്റ്, അതായത് സുഭാഷ് റെജിമെൻറ്റ്, കൊഹീമയ്ക്കുള്ള റോഡിൻ്റെ നിയന്ത്രണം കൈക്കലാക്കി. എന്ന് മാത്രമല്ല, മെയ് മാസമായപ്പോഴേക്ക് കൊഹീമയ്ക്ക് ചുറ്റുമുള്ള മലനിരകളിലെല്ലാം ഇന്ത്യൻ ത്രിവർണ്ണ പതാക പാറിത്തുടങ്ങി. കൊഹീമയ്ക്കടുത്തുള്ള നാഗ ഗോത്രവർഗ സമൂഹം അവർ INAയെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്തു. അവർ പറഞ്ഞത് ബ്രിട്ടനെയും വേണ്ട, ജപ്പാനെയും വേണ്ട, സുഭാഷ് ചന്ദ്രബോസാണ് ഞങ്ങളുടെ രാജാവ് എന്നുള്ളതാണ്. ഈ 1-ാം ഡിവിഷനിലെ ഗാന്ധി ബ്രിഗേഡ് നേടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പലേൽ എയർഫീൽഡ് അവർക്ക് ആക്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഗാന്ധി ബ്രിഗേഡ് സപ്ലൈ നിലച്ചതുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അവർക്ക് ഭക്ഷണ സാധനങ്ങളും വെള്ളവും കിട്ടാതെയായി. ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് റങ്കൂണിൽ തന്നെ കാത്തിരിക്കുകയാണ്. ഇംഫാൽ വീണു എന്ന വിവരം അറിഞ്ഞാൽ ഉടനെ അദ്ദേഹം ഒരു ചെറിയ വിമാനത്തിൽ പറന്ന് ഇംഫാലിലേക്ക് ഇറങ്ങും. ഷാനവാസ് ഖാനോ കിയാനിയോ
നൽകുന്ന ഒരു സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് റങ്കൂണിൽ. അതേ സമയത്ത് തന്നെ അദ്ദേഹം ധനസമാഹരണം നടത്തുന്നുണ്ട്. യുദ്ധത്തിൽ തിരിച്ചടി ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ആ നിമിഷം വരെയും സുഭാഷ് ചന്ദ്രബോസിന്. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ആ വർഷം മൺസൂൺ മഴ നേരത്തെ എത്തി. ഈ ഇന്ത്യ ബർമ അതിർത്തി എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായ ഒരു ഭൂപ്രദേശമാണ്. നേരത്തെ എത്തിയ മൺസൂൺ പ്രളയ സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇത് ബർമ അതിർത്തിക്കപ്പുറത്തു നിന്ന് മരുന്നും ഭക്ഷണവും അടക്കം ഈ സൈനിക മുന്നണിയിലേക്ക് സപ്ലൈ എത്തുന്നതിനെ വലിയ തോതിൽ ബാധിച്ചു. ജൂലൈ മാസം 4-ാം തീയതി സുഭാഷ് ചന്ദ്രബോസ് ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിൻ്റെ വാർഷികമാണ്. ആ ദിവസമാകുമ്പോഴേക്ക് ഇംഫാൽ പിടിച്ച നല്ല വാർത്ത ഉണ്ടാകും എന്ന് ആ വലിയ ജനസമൂഹം ആകെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ കനത്ത് പെയ്ത മഴ കാര്യങ്ങളെ തകിടം മറിച്ചു. മലേറിയ കാട്ടുതീ പോലെ പടർന്നു. ആ കാലത്ത് INA സൈനികരെ സംബന്ധിച്ച് അവർ ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, പകർച്ചവ്യാധിയോടും കാലാവസ്ഥയോടും പോരാടി കാട്ടിൽ കഴിയേണ്ട അവസ്ഥയിലേക്ക് വന്നു. ജൂലൈ മാസമായപ്പോഴേക്ക് കാര്യങ്ങൾ വഷളായി. വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്ത ഇന്ത്യൻ സൈനികർ, INA സൈനികർ കാട്ടിൽ പുല്ല് പറിച്ച് വിശപ്പടക്കുന്ന അവസ്ഥ വന്നു. കൊതുകുവല ഉപയോഗിച്ച് അരുവികളിൽ നിന്ന് മീൻ പിടിച്ച് ആ മീൻ ഭക്ഷണമാക്കേണ്ടി വന്നു. ഒരു വലിയ പ്രതിസന്ധി INAയും ജപ്പാൻ സൈന്യവും നേരിടുകയാണ്. കൂനിന്മേൽ കുരു എന്നതുപോലെ INAയുടെ ഗാന്ധി ബ്രിഗേഡിന് മറ്റൊരു വലിയ തിരിച്ചടി സംഭവിച്ചു. അതിൻ്റെ സെക്കൻഡ് കമാൻഡറായ ഗരേവാൾ, മേജർ ഗരേവാൾ കൂറുമാറി ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തോട് ഒപ്പം ചേർന്നു. അതൊരു വലിയ തിരിച്ചടിയായി മാറി. ഉടൻ തന്നെ ആബിദ് ഹസനെ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സന്തത സഹചാരിയായ ആബിദ് ഹസനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ഗാന്ധി ബ്രിഗേഡിലെ സൈനികരുടെ, INA സൈനികരുടെ മൊറയിൽ പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഗരേവാൾ ലാഹോറിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു ചരിത്രം. കൂടുതൽ ദുഷ്കരമായി വരികയാണ് കാര്യങ്ങൾ. ഇംഫാലോ കൊഹീമയോ കീഴടക്കാൻ കഴിയുന്നില്ല. വളരെ ശക്തമായ പ്രതിരോധം ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഭക്ഷണമോ വെള്ളമോ മരുന്നോ ആയുധങ്ങളോ ഇല്ലാതെ ജാപ്പനീസ് സൈന്യവും INAയും പ്രതിസന്ധിയിലാണ്. ജൂലൈ മാസം 10-ാം തീയതി ജപ്പാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായി. ഈ മിഷനിൽ നിന്ന്, ഇംഫാൽ പിടിക്കാനുള്ള ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നതായി ജപ്പാൻ INAയെ അറിയിച്ചു. അങ്ങനെ ജപ്പാൻ ജൂലൈ മാസം 10-ാം തീയതി പിന്മാറി. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിയാതെ ജൂലൈ മാസം 18-ാം തീയതി മുഹമ്മദ് സമാൻ കിയാനി, 1-ാം ഡിവിഷൻ്റെ കമാൻഡർ മുഹമ്മദ് സമാൻ കിയാനി പിന്മാറുക എന്ന ഉത്തരവ് തൻ്റെ സൈന്യത്തിന് നൽകി. മുറിവേറ്റവരായി, അസുഖബാധിതരായി, പട്ടിണിക്കോലങ്ങളായി ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബർമ അതിർത്തിയിലേക്ക് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സൈന്യവും പിന്മാറുകയാണ്. ജപ്പാനിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസമുണ്ടായത് ജൂലൈ മാസം 26-ാം തീയതി ഹിഡക്കി ടോജോ രാജിവെച്ചു എന്നുള്ളതാണ്. 2-ാം ലോകമഹായുദ്ധത്തിൽ ആദ്യം നേടിയ വലിയ വിജയങ്ങൾ ജപ്പാനിൽ നിന്ന് അകന്നു പോവുകയാണ്. ജപ്പാനും ഒരു പ്രതിസന്ധിയിലാണ്. ഇന്ത്യ പിടിക്കുക എന്ന ദൗത്യം തുടക്കത്തിലെ പരാജയപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു. ഓഗസ്റ്റ് മാസം 21-ാം തീയതി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു റേഡിയോ പ്രഭാഷണം നടത്തി. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ അദ്ദേഹം സംസാരിച്ചു. ഇംഫാൽ ദൗത്യം പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു. അതേ സമയത്ത് തന്നെ സുഭാഷ് ചന്ദ്രബോസ് കത്തിയവാർ വഴി ഇന്ത്യയിലേക്ക് അയച്ച ഏജന്റുമാർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പിടിയിലാവുകയും ചെയ്തു. മുമ്പിൽ പ്രതിസന്ധി മാത്രമാണ്. ജപ്പാന്റെ സ്വാധീനം കുറയുന്നു. പുതിയ ജാപ്പനീസ് ഭരണകൂടവുമായി സുഭാഷ് ചന്ദ്രബോസ് ചർച്ച നടത്തിയെങ്കിലും അത് കാര്യമായി മുന്നോട്ട് പോയില്ല. സോവിയറ്റ് യൂണിയനുമായി ചർച്ച നടത്താൻ സുഭാഷ് ചന്ദ്രബോസ് പദ്ധതിയിടുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയനിലേക്ക് അയച്ച ദൂതന്മാരിൽ നിന്ന് പോസിറ്റീവായ ഒരു റെസ്പോൺസും ഉണ്ടാവുന്നില്ല. ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അതിനിടയ്ക്ക് ഒക്ടോബർ മാസം 9-ാം തീയതി സഖ്യ സൈന്യത്തിൻ്റെ മിസൈൽ ആക്രമണത്തിൽ നിന്ന്, വ്യോമാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് സുഭാഷ് ചന്ദ്രബോസ് രക്ഷപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ പോരാളി ഇവിടെ വെച്ച് പോരാട്ടം അവസാനിപ്പിക്കുമോ? INAയുടെ 2 ഡിവിഷനുകൾ മലേഷ്യയിൽ ബാക്കിയുണ്ട്. 1-ാം ഡിവിഷനാണ് ബർമീസ് അതിർത്തി കടന്ന യുദ്ധത്തിന് വന്നത്. സുഭാഷ് ചന്ദ്രബോസ് ഈ പോയിന്റിൽ വെച്ച് അവസാനിപ്പിക്കുമോ അതോ പോരാട്ടം തുടരുമോ? അത് അടുത്ത ലക്കത്തിൽ.